ഒരൊറ്റ മുഖക്കുരു പോലും വരാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മുഖക്കുരു ഉള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണാനായിട്ട് വന്നത്. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുഖക്കുരു ഒരു പാട് പോലും ഇല്ലാതെ എങ്ങനെ മാറ്റാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തതാണ്. എനിക്ക് ഒരുപാട് മുഖക്കുരു ഉണ്ടായിരുന്നതാണ്, പാടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് നോക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ആദ്യത്തെ ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഈ മുഖക്കുരു ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുക്കുക. അത് നമ്മുടെ മുഖക്കുരു ഉണ്ടല്ലോ അതിലോട്ട് വെച്ച് കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നമ്മളിത് വെച്ച് കൊടുക്കുമ്പം ഒരു വിരലിൽ തൊട്ടിട്ട് അത് വെച്ച് തന്നെ പിന്നെ കുപ്പിയിൽ കൈയിടുക, പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ പല പല മുഖക്കുരുവിൽ വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു പിമ്പിൾസ്. സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കൈയും മുഖവും നന്നായിട്ട് കഴുകണം. എന്നിട്ട് നമ്മുടെ ബേസിക്കായിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യുക. അതിനുശേഷം കിടക്കുന്നതിന് തൊട്ട് മുന്നേ കൈ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള കൈ വെച്ചിട്ട് വെളിച്ചെണ്ണ തൊട്ടെടുക്കുക. എന്നിട്ട് ഒരു മുഖക്കുരുവിൽ വയ്ക്കുക. എന്നിട്ട് അടുത്ത കൈ കൊണ്ട് വേണം അടുത്ത മുഖക്കുരുവിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 5 മുഖക്കുരു ഉണ്ടെങ്കിൽ ഈ 5 വിരൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 10 എണ്ണം ഉണ്ടെങ്കിൽ കയ്യിലുള്ള മൊത്തം വിരൽ യൂസ് ചെയ്യുക. ഇനി അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം വീണ്ടും നമ്മൾ ഈ റിപ്പീറ്റ് ഈ കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതല്ല നിങ്ങൾ ഒരു വിരൽ വെച്ച് തന്നെ എല്ലാ മുഖക്കുരുവിലും തൊടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖക്കുരു പോകത്തില്ല. ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ വെക്കുമ്പോൾ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയുടെ പകുതി ആയാലും കുഴപ്പമില്ല, കുറച്ച് മാത്രം വയ്ക്കുക. ഇങ്ങനെ ഒലിച്ച് വരുന്ന രീതിയിൽ വയ്ക്കരുത്. ഈ ഇൻഫെക്ഷൻ മുഴുവനും ഇങ്ങനെ സ്പ്രെഡായി വരും. അതുകൊണ്ടാണ് നമ്മൾ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എഫക്റ്റീവാണ്. മുഖക്കുരുവിന് നല്ല രീതിയിൽ വർക്ക് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കയ്യിലിപ്പം നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഇല്ല എന്ന് വെച്ചോ, ഈ ഒരു പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാര്യം എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്കായിട്ടുള്ളത് നമ്മുടെ നല്ല വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷേ ചിലർക്കൊക്കെ കോക്കനട്ട് ഓയിൽ വർക്കാവുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് വർക്കാവുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ നേരത്തത് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കംപ്ലീറ്റ്ലി അത് ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ആയിരിക്കണം. അല്ലാതെ നമുക്ക് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഓയിൽ വീണ്ടും നമ്മുടെ മുഖത്തോട്ട് ആഡ് ചെയ്യുന്ന അങ്ങനത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ടീ ട്രീ, തുളസി, നീം, ഇങ്ങനത്തെ ലൈവ് ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുക. കാര്യം എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മുഖക്കുരു ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ വെച്ച് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ വെക്കണം. ഒലിച്ച് വരുന്ന രീതിയിൽ ഒരുപാട് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞ് വയ്ക്കരുത്. നമുക്കിപ്പോൾ തടിപ്പ് വന്ന് തുടങ്ങുന്ന സമയമാണെങ്കിൽ നമ്മൾ തലേ ദിവസം വെച്ചിട്ട് കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മുഖക്കുരു മാറിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഓൾറെഡി നന്നായിട്ട് വീർത്ത മുഖക്കുരു ആണെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാം. പക്ഷേ 1-2 ദിവസം സമയമെടുക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു പാട് പോലും അവശേഷിക്കാതെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഓൾറെഡി മുഖക്കുരു വന്നതിൻ്റെ പാടാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെൻ്റെ മെഹന്തിയാണ്. ഞാൻ ഇന്നലെ പിൻട്രസ്റ്റ് നോക്കി കുറേ ഡിസൈൻസ് എടുത്തിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഞാനത് വെച്ചു. എനിക്കിത് കാണിക്കാൻ നിങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാണിച്ചതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മുഖക്കുരുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.